ശ്രീചിത്രയെ കാണിച്ചപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത് എടുത്തു തരാം, കീ ഹോൾ വഴി നമുക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. CT എടുത്തതിന് ശേഷമാണ് പറഞ്ഞത് ഇതെടുക്കാൻ പറ്റത്തില്ല, അത് ഒട്ടിപ്പോയി, ഇതിൻ്റെ പുറത്തുകൂടി ഒരു കോട്ടിങ് സംഭവിച്ചിട്ടുണ്ട്, അതിനുകൊണ്ട് ഇത് കീ ഹോൾ സർജറി വഴി എടുക്കാൻ പറ്റില്ല, ഇത് വലിയ ഓപ്പൺ സർജറി വഴി എടുക്കാം, പക്ഷെ അത് റിസ്ക്കാണ്. ഇത് കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി ഇയാൾക്ക് തുടർന്ന് പുതുതായിട്ടൊരു അസുഖം വന്നാലും ഇത് കിടക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എനിക്കിനി ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത്, ഒരു ഡോക്ടർ പറഞ്ഞത് മനുഷ്യൻ്റെ കാര്യമല്ലേ, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. മനസ്സിലായി സുമയ്യ. ഈ ഡോക്ടർ രാജീവ് കുമാർ പറഞ്ഞിട്ടാണോ സുമയ്യ ശ്രീചിത്രയിൽ പോയി പരിശോധനകൾ നടത്തിയത്? അതെ, ഞാൻ ഈ ഗൈഡ് വയർ കിടക്കുന്ന എക്സ്ട്രാ അന്ന് എടുത്തതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഈ ഡോക്ടറിൻ്റെ റൂമിൽ പോയായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എങ്ങനെയാ ഇയാൾക്ക് കുഞ്ഞിലെ സർജറി, ഹാർട്ടിന് സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് തൈറോയിഡിൻ്റെ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ്